ഹായ് നമസ്കാരം, ദാസനാണ് തൃശ്ശൂരിൽ നിന്ന്. അപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ ലാലേട്ടൻ്റെ പഴയ സിനിമയായിട്ടുള്ള ചോട്ടാ മുംബൈ എന്ന സിനിമ തിയേറ്ററിൽ നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന സമയമാണ് അല്ലേ. അപ്പോൾ ലാലേട്ടൻ്റെ ഏറ്റവും ഗംഭീര സമയമാണ്. കുറേ വർഷങ്ങൾക്ക് ശേഷം ലാലേട്ടൻ കത്തി നിൽക്കുന്ന സമയമാണ്. കാരണം 2 സിനിമകൾ കോടികളുടെ കിലുക്കവുമായി വന്നു. എമ്പുരാൻ എന്ന സിനിമയും തുടരും എന്ന സിനിമയും. എമ്പുരാൻ എന്ന സിനിമ എന്താ പറയുക, നല്ലൊരു സിനിമ എന്നുള്ള പേരിലല്ലെങ്കിലും കുറേ എന്താ പറയുക വിവാദങ്ങളുടെ പേരിൽ ശ്രദ്ധിക്കപ്പെട്ട സിനിമയാണ്. അപ്പോൾ അതിനുശേഷം വന്ന് തുടരുമെന്ന സിനിമ ഗംഭീര സിനിമ തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഏറ്റവും വലിയ വിജയം നേടി മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ സമയത്ത്, ആ നല്ലൊരു സമയത്ത് നോക്കി തന്നെ ചോട്ടാ മുംബൈ എന്ന സിനിമ റിലീസ് ചെയ്തു. ലാലേട്ടൻ്റെ എന്താ പറയുക, വളരെ കോമഡിയും കാര്യങ്ങളൊക്കെ ഉള്ളൊരു സിനിമയാണ്. അൻവർ റഷീദ് സംവിധാനം ചെയ്ത സിനിമ. അപ്പോൾ ഈ അൻവർ റഷീദിനെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് 1-2 കാര്യങ്ങൾ ഓർമ്മിക്കാനുണ്ട്. കാരണം അൻവർ റഷീദിൻ്റെ ആദ്യ സിനിമയായ രാജമാണിക്യം എന്ന സിനിമയിൽ ആ സെറ്റിൽ, പൊള്ളാച്ചിയിലെ സെറ്റിൽ വെച്ചിട്ടാണ് ഞാൻ ആദ്യമായിട്ട് അൻവർ റഷീദിനെ കാണുന്നത്. അപ്പോൾ അന്ന് ഞാൻ ചെന്ന ദിവസം ഉള്ള ഷൂട്ടിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മമ്മൂക്ക പശുവിന് കാളയ്ക്ക് ഇങ്ങനെ കാടിവെള്ളം കൊടുക്കുന്നു, പിന്നെ ഇങ്ങനെ കാള തലാട്ടണ സംഭവം, അതേപോലെ തന്നെ അതിൽ പത്മപ്രിയയുടെ അടുത്ത് ചില്ലക്കിളി എന്നൊക്കെ പറയുന്ന സംഭവങ്ങൾ, അങ്ങനത്തെ സീനുകളൊക്കെയാണ് ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്നത്. അതേപോലെ തന്നെ തലേദിവസം ഷൂട്ട് ചെയ്തിട്ടുള്ള ബാബുരാജിനെ തടഞ്ഞ് നിർത്തിയിട്ടുള്ള നമുക്ക് മറ്റേ പാട്ടൊക്കെ പാടി പോകാലോ എന്നൊക്കെ പറഞ്ഞിട്ട് സംഭവമില്ല, ആ സംഭവം ഒക്കെ കണ്ട് ആൾ രസിച്ചിരിക്കുന്ന ദിവസമാണ് ഞാൻ ചെന്നത്. അങ്ങനെ അന്നത്തെ ദിവസം കഴിഞ്ഞ് അങ്ങനെ ഞങ്ങൾ മടങ്ങിപ്പോകുന്ന സമയത്ത് ഞാനെൻ്റെ സുഹൃത്തുക്കളുണ്ടായിരുന്നു. ഞങ്ങളന്ന് പറഞ്ഞു, എനിക്ക് ഓർമ്മയുണ്ട് ഇപ്പോഴും, അത് രഞ്ജിത്ത് സംവിധാനം ചെയ്യേണ്ട സിനിമയായിരുന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞു, അൻവർ റഷീദിൻ്റെ അടുത്ത് നമ്മൾ പറഞ്ഞു, അൻവർ റഷീദ് ഇത്രയും ഫേമസ് ഒന്നല്ലല്ലോ, ഇങ്ങനത്തെ ഒരു വലിയ സംവിധാനം ഒന്നും ആയില്ല. നമ്മൾ പറഞ്ഞു, സിനിമ നമ്മുടെ മമ്മൂക്കയുടെ സിനിമ വിജയിപ്പിക്കുന്നുണ്ടാണ്, ഗംഭീരാവില്ലേ എന്ന് പറഞ്ഞു, ധൈര്യമായിട്ടുള്ള ഇപ്പോൾ ഗംഭീരാവും സിനിമ എന്ന് പറഞ്ഞു. അങ്ങനെയാണ് നമുക്ക് അൻവർ റഷീദ് എന്ന് പറഞ്ഞൊരു വലിയൊരു സംവിധാനം കിട്ടിയത്. ഇതേപോലെ തന്നെ ആഷിഖ് കപൂർ ഞാൻ 1.25 മണിക്കൂർ സംസാരിച്ചിട്ടുള്ളതാണ് ഡാഡി കൂൾ ഇറങ്ങിയ സമയത്ത്. നമുക്ക് വളരെ എളുപ്പം വിളിച്ച് കിട്ടുന്ന വ്യക്തിയായിരുന്നു. അപ്പോൾ ഈ അൻവർ റഷീദ് പിന്നീട് ഈ രാജമാണിക്യം എന്ന സിനിമ കൂറ്റൻ ഹിറ്റായി. അതിൻ്റെ വിജയാഘോഷമൊന്നും എവിടെ നടത്തിയില്ല വലിയ കാര്യമായിട്ട്. പക്ഷേ ഞാനും എൻ്റെ കുറച്ച് സുഹൃത്തും കൂടി റിസ്ക് എടുത്തുകൊണ്ട് അതിന് 125-ാം ദിവസം ആഘോഷം എൻ്റെ വീടിൻ്റെ അടുത്ത് ഗംഭീരമായിട്ട് തന്നെ നടത്തുകയുണ്ടായി. അപ്പോൾ അത്രയും ബന്ധമാണ്. അതിൽ 1-2 പ്രദീപ് പള്ളുരുത്തി, അതുപോലെ തന്നെ വേറെ അതിൽ അഭിനയിച്ച 1-2 പേരൊക്കെയാണ് മാത്രം വന്നുള്ളൂ. അപ്പോൾ അത്രയും നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമയാണ് രാജമാണിക്യം എന്ന സിനിമ. ആ രാജമാണിക്യത്തിൻ്റെ ആ പവർ നമുക്ക് ഒരിക്കലും വേറൊരു സിനിമയ്ക്ക് പോലും കിട്ടിയില്ല എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പോൾ ചോട്ടാ മുംബൈ എന്ന സിനിമ ഈ സമയത്ത് മുമ്പ് ഹിറ്റായിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് ഒരു ആഗ്രഹം, രാജമാണിക്യം എന്ന സിനിമ ഇതുപോലെ ഒന്ന് റിലീസ് ചെയ്യുകയാണെങ്കിൽ ഗംഭീരമായി ഞാൻ പൊതുകച്ചവടക്കാരനെ ബെല്ലാരി രാജേനെ ഇറക്കിവിടുകയാണെങ്കിൽ അതിമനോഹരമായിട്ടുള്ള സിനിമയാണ്. എപ്പോഴും കണ്ടുകൊണ്ടിരിക്കാൻ പറ്റാവുന്ന, ഏത് സീസണിൽ ഏത് സമയത്തും കാണാൻ പറ്റുന്ന ഫ്രഷ് സിനിമയാണ്. അതിൻ്റെ ഡെലിവറിയും ആക്ഷനും ആയാലും സ്പീഡായാലും ഒക്കെ എല്ലാം കൊണ്ടും തികഞ്ഞൊരു സിനിമയാണ് രാജമാണിക്യം. ആ രാജമാണിക്യം എന്ന സിനിമയ്ക്ക് വേണ്ടി എത്ര പേര് നിങ്ങൾ കാത്തിരിക്കുന്നുണ്ട്? ആ സിനിമ ഇപ്പോൾ വരാണെങ്കിൽ തിയേറ്ററിൽ വിജയിക്കുമോ എന്നുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് ധൈര്യമായിട്ട് കമൻറ്റ് ചെയ്യാം. രാജമാണിക്യം എന്ന സിനിമ എത്രയും പെട്ടെന്ന് വരട്ടെ എന്ന് ആശംസിക്കുന്നു.